ഒരു പിന്നെ ഓർമ്മകളിൽ ചിലപ്പോൾ ഓർമ്മ വരുന്നു, ചിലപ്പോൾ വരുന്നില്ല. പക്ഷേ ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹം പറയുന്നു. ആഗ്രഹമായിട്ടായിരിക്കും അദ്ദേഹം മരിച്ചത്. ലാലേട്ടൻ്റെ തിരക്കുകൾ കാരണം ആ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല. കൽപ്പന ചേച്ചിയുടെ മരണം ഭയങ്കരമായിട്ട്, മണിച്ചേട്ടൻ്റെ മരണം, മേഘനാഥൻ ഞങ്ങൾ ഭയങ്കര ഇപ്പോഴും വിളിക്കുമായിരുന്നു ഫോണിൽ. ഇപ്പോൾ ആ നമ്പറുകളൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷേ വിളിക്കുമ്പോൾ അപ്പുറത്ത് ആളില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ചെയ്യാറുണ്ട്. ഈ ഏറ്റവും റീസെൻ്റായിട്ട് മേഘനാഥൻ്റെ വൈഫ് വിളിച്ചിട്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ, നമുക്ക് ആ പേഴ്സണ് മാത്രമേ അമ്മയിൽ ബൈലോയിൽ സഹായം പറ്റുള്ളൂ, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർ ശരിക്കും ഐസൊലേറ്റഡ് ആവാണ്, ഒറ്റപ്പെട്ടു പോവാണ്. ഞാൻ ഏറ്റവും ഫീൽ ചെയ്തത് ഈ അമ്മയിൽ എന്ന സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു നടൻ മരിച്ചാൽ പിന്നെ അവരുടെ കുടുംബം എന്തായി പോകുന്നു എന്നുള്ളത് ഞാൻ ശരിക്കും എനിക്ക് ട്രോമയായി. കാരണം എല്ലായിടത്തും റീത്ത് വെക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച നമ്മൾ ചിലപ്പോൾ അന്വേഷിക്കും. പിന്നെ അവർക്ക് സിനിമയുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അവിടെ നിന്ന് ആരെങ്കിലും സിനിമയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധം ഉണ്ടാവും. പക്ഷെ പിന്നെ ആ കുടുംബം അനാഥമായി തീരും. ഇപ്പോൾ ഈ ഏറ്റവും റീസെൻ്റായിട്ട് മേഘനാഥൻ്റെ വൈഫ് വിളിച്ചിട്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും സഹായം കിട്ടുമോ, നമുക്ക് ആ പേഴ്സണ് മാത്രമേ അമ്മയിൽ ബൈലോയിൽ സഹായം പറ്റുള്ളൂ, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവർ ശരിക്കും ഐസൊലേറ്റഡ് ആവാണ്, ഒറ്റപ്പെട്ടു പോവാണ്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, നമ്മളടുത്ത കാര്യത്തിലേക്ക് കിടക്കുകയാണല്ലോ. ഒരു കലാകാരൻ ഒരു കുടുംബത്തിൽ നിന്ന് നഷ്ടമാകുമ്പോൾ ആ കുടുംബം അനാഥമായി പോവാണ്. എനിക്ക് ഈ മരണ വീട്ടിൽ ചെന്ന് വെച്ച് കഴിഞ്ഞ് ചുറ്റുപാടും കാര്യങ്ങളും എൻ്റെ ശരീരത്തിലോട്ട് കയറാൻ തുടങ്ങി. ഒരുപാട് മരണങ്ങൾ, ലളിത ചേച്ചിയുടെ അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ കുറേ പേരിങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൽപ്പന ചേച്ചിയുടെ മരണം ഭയങ്കരമായിട്ട്, മണിച്ചേട്ടൻ്റെ മരണം, മേഘനാഥൻ ഞങ്ങൾ ഭയങ്കര ഇപ്പോഴും വിളിക്കുമായിരുന്നു ഫോണിൽ. ഇപ്പോൾ ആ നമ്പറുകളൊക്കെ ഉണ്ട് ഇപ്പോൾ. പക്ഷേ വിളിക്കുമ്പോൾ അപ്പുറത്ത് ആളില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ചെയ്യാറുണ്ട്. പിന്നെ ഞാനതങ്ങ് തലേന്ന് അങ്ങോട്ട് എടുത്തു കളഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി എന്നെ റീത്ത് വെക്കാൻ പോവാണ്, എന്നെ വിളിക്കരുത്. കാരണം അത് ഭയങ്കരമായിട്ട് നമുക്ക്, കാരണം കഴിഞ്ഞ ജനറൽ ബോഡിക്ക് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞ, അല്ലെങ്കിൽ ഞാനിവരായിട്ടൊക്കെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ തിരിച്ച് വിളിക്കാറുണ്ട്. കാരണം 7 വർഷമല്ല അമ്മയിൽ. അപ്പോൾ ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ കാര്യമാണെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. പെട്ടെന്നാണ് ആ ശബ്ദം നിലച്ചു പോണത്. സാധാരണ മനുഷ്യർ തന്നെയാണ്. സിനിമാ താരങ്ങൾ ഈ സ്റ്റാർസ് ആകാശത്തുള്ളവരല്ല, സാധാരണ മണ്ണിൻ്റെ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നീട് അവരെ കുറിച്ച് അന്വേഷിച്ച് ഇപ്പോൾ മാളാരവിന്ദൻ എന്ന് പറയുന്ന നടൻ്റെ മകൻ വിളിച്ചിട്ട് പെട്രോൾ പമ്പ് നടത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം 2 ആഴ്ചയൊക്കെയാണ് വിളിച്ചിരുന്നത്. പിന്നെ അവർ സിനിമയിലുണ്ടായിരുന്ന ആളാണെന്ന് പോലും മറന്നുപോയി. അത്ര ഐസൊലേറ്റഡ് ആയി പോവാണ് അവർ. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട്, കാരണം നാളെയും എൻ്റെയും അവസ്ഥ ഇങ്ങനെ ആവുമല്ലോ എന്നുള്ളത് ഈ എൻ്റെ തലയിൽ കയറിയിട്ട് അത് കയറി അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മൾ വിട്ടുകളയണമെന്ന് പറഞ്ഞത്. ആക്ടേഴ്സ് എപ്പോഴും ഇത് തലയിൽ കയറ്റിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ വരണം. ഒരു സിനിമ പോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. പെട്ടെന്ന് അന്ന് വന്ന വഴി മറക്കണമെന്നല്ല, ചില കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിൽ നിന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കും. അതെ, ഇതിന്റെ ഇടയിൽ കൂടെ പേഴ്സണൽ ലൈഫും മെന്റൽ ഹെൽത്തും എല്ലാം കൂടെ കൊണ്ടുപോകാന്ന് പറയുന്ന ഒരു ടാസ്ക് ആണല്ലോ അതെ കഥാപാത്രങ്ങളിലേക്ക് മാറുന്നതിനൂടെ. പെട്ടെന്നായിരിക്കും വിളിക്കുന്നവരെ. മരണം എന്ന് പറഞ്ഞത് അപ്രതീക്ഷിത. ഇപ്പോൾ ടി പി മാധവൻ, അദ്ദേഹത്തിനെ ഞാൻ അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ ഒരു വലിയ ടെക്സ്റ്റ് ബുക്കാണ്. കാരണം ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് രാമവർമ്മ ക്ലബ്ബിൽ, ലോട്ടസ് ക്ലബ്ബിൽ, ശ്രീമൂലം ക്ലബ്ബ് തിരുവനന്തപുരത്ത് ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫാണ്. ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ പ്രോഗ്രാമിന് വിളിക്കുന്നു, അവിടുത്തെ പ്രസിഡൻ്റ് ആയിരിക്കും പുള്ളി. അപ്പോൾ ലോട്ടസ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുള്ള ക്ലബ്ബാണ്. അവിടെ അങ്ങനെ നിന്നിരുന്ന ഒരാൾ ഒരു അനാഥാലയത്തിൽ അനാഥനായിട്ട് ഒരാളും നോക്കാനില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. സിനിമയല്ല, അത് ജീവിതമാണ്. ഞാൻ പോയി കാണുമ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ട് ഇടയ്ക്ക് ഓർമ്മ വരുന്നു. പിന്നെ ഏകനായിട്ടുള്ളൊരു മരണം, അമ്മയുടെ തലപ്പത്തിരുന്നൊരു മനുഷ്യൻ, പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുള്ള മനുഷ്യൻ, സിനിമയിലുണ്ടായിരുന്ന പ്രോമിനൻ്റ് ആയിട്ടിരുന്ന ഒരാളുടെ ലൈഫാണ് കാണുന്നത്. ഇതെല്ലാം നമ്മൾക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. അവരെ പോയി അന്വേഷിക്കാൻ അതൊക്കെ ഇഷ്ടമാണ്. കാരണം എന്നെ കണ്ടപ്പോഴും എന്നെ തിരിച്ചറിഞ്ഞു. അത് ഒരുപാട് പ്രോഗ്രാംസ് എന്നുള്ളതാണ്. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. പെട്ടെന്ന് പുള്ളി സാധാരണ സംസാരത്തിൽ നിന്ന് മാറിയിട്ട് ഞാൻ പിന്നെ പാർട്ടിയുടെ സെക്രട്ടറി ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മൈൻഡ് ട്വിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഓർമ്മകളിൽ ചിലപ്പോൾ ഓർമ്മ വരുന്നു, ചിലപ്പോൾ വരുന്നില്ല. പക്ഷേ ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹം പറയുന്നു. ആഗ്രഹമായിട്ടായിരിക്കും അദ്ദേഹം മരിച്ചത്. ലാലേട്ടൻ്റെ തിരക്കുകൾ കാരണം ആ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോഴും അദ്ദേഹത്തിന് എല്ലാവരും വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അത്രയും കളർഫുള്ളായിട്ടുള്ളൊരു ലോകത്ത് നിന്ന് അനാഥനായിട്ട്, പക്ഷെ അവിടെ നന്നായിട്ട് നോക്കിയിട്ട് ആ
സദനൻ കൃത്യമായിട്ട് മരുന്ന് കൊടുത്ത് അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടത് ഭാഗ്യം.